ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ. ഹിസ്റ്ററി നെറ്റ് GRFൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം അല്ലെങ്കിൽ ബംഗാളിൽ റോബർട്ട് ക്ലൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു ഭരണ സംവിധാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ ഡ്യുവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ രണ്ട് ഗവൺമെൻറ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സോ 1765 റോബർട്ട് ക്ലൈവ് ആണ് ചെയ്യുന്നത് ഡ്യുവൽ ഗവൺമെൻറ് ബംഗാളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് 1772 എന്ത് ചെയ്യുന്നു, വാറൻ ഹേസ്റ്റിങ്സ് അത് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഡ്യുവൽ ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്തിരുന്നത് ആൻഡ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു. നേരത്തെ പറഞ്ഞു അത് പിൻവലിച്ചു എന്നുള്ളത്, കാരണം അതൊരു ഫെയിലിയർ ആണെന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ്സ് വൈ വാറൻ ഹേസ്റ്റിങ്സ് വാസ് കമ്പൽഡ് ടു അബോളിഷ് ഇറ്റ് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡ്യുവൽ ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. 1765 നമ്മുടെ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് ഗവർണറായിട്ട് തിരികെ വരുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 1765 ട്രീറ്റി ഓഫ് അലഹാബാദ് ഒക്കെ സൈൻ ചെയ്ത് കമ്പനിക്ക് ദിവാനി റൈറ്റും അതുപോലെ തന്നെ നിസാമത്ത് റൈറ്റും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ ഈ രണ്ട് റൈറ്റുകളും കമ്പനി ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, കമ്പനിയുടെ ആളുകളെ വെച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് നിസാമത്ത്, എന്താണ് ദിവാനി എന്നൊക്കെ നമ്മൾ പറയും. സോ കമ്പനി അച്ചീവ്ഡ് നിസാമത്ത് ഓർ മിലിറ്ററി പവർ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഇൻ ഫെബ്രുവരി 1765. സോ ആദ്യം എന്ത് ചെയ്യുന്നു, കമ്പനിക്ക് നിസാമത്ത് റൈറ്റ് കിട്ടിയെന്നുള്ളതാണ്. നിസാമത്ത് എന്ന് വെച്ചാൽ അവിടെയുള്ള ക്രിമിനൽ എന്താണ് പറയുക ജസ്റ്റിസ്, അതുപോലെ തന്നെ മിലിറ്ററി ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സിവിൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് നിസാമത്ത് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിസാമത്ത് റൈറ്റ് കമ്പനിക്ക് ഓൾറെഡി കിട്ടി. ഈ ഒരു ട്രീറ്റി ഓഫ് അലഹാബാദ് ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത്. ദെൻ 1765 കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് കമ്പനി ഷാ ആലം സെക്കൻഡുമായിട്ട് മറ്റൊരു ട്രീറ്റി കൂടി സൈൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് അലഹാബാദ് എന്ന് പറയുന്നത് രണ്ട് ട്രീറ്റീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ഷുജാഉദ്ദൗള അല്ലെങ്കിൽ അവധിലെ നവാബായിരുന്ന ഷുജാഉദ്ദൗളയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റി. മറ്റൊന്നെന്ന് പറയുന്നത് മുഗൾ എംപറർ ആയിരുന്ന അല്ലെങ്കിൽ മുഗൾ റൂളറായിരുന്ന ഷാ ആലം സെക്കൻഡുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു ട്രീറ്റി. പറഞ്ഞു വന്നത് ഈ ട്രീറ്റി പ്രകാരം കമ്പനിക്ക് ബംഗാളിലെ ദിവാനി റൈറ്റും അതുപോലെ തന്നെ നിസാമത്ത് റൈറ്റും കിട്ടിയെന്നുള്ളതാണ്. നിസാമത്ത് എന്ന് വെച്ചാൽ അവിടെയുള്ള സിവിൽ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി, അതുപോലെ ക്രിമിനൽ ജസ്റ്റിസ് ഇങ്ങനെയുള്ള എല്ലാം വരുന്നതാണ്. ദെൻ അവിടെയുള്ള ദിവാനി റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് ടു കളക്ട് റവന്യൂ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റിനെയാണ് ദിവാനി റൈറ്റ് എന്ന് പറയുന്നത്. സോ കമ്പനിക്ക് എന്ത് ചെയ്യുന്നു, 1765 തന്നെ ദിവാനി റൈറ്റും കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് പ്രകാരം ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ റീജിയനൊക്കെ എന്ത് ചെയ്യാം, കമ്പനിക്ക് റവന്യൂ കളക്ട് ചെയ്യാനായിട്ടുള്ള അവകാശം ലഭ്യമായി. ദെൻ ദ നവാബ് ഓഫ് ബംഗാൾ റിമൈൻഡ് ഇൻ ചാർജ് ഓഫ് സിവിൽ ആൻഡ് പോലീസ് അഡ്മിനിസ്ട്രേഷൻ. സോ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അവകാശം കമ്പനി നേരിട്ട് വിനിയോഗിക്കുകയല്ല ചെയ്യുന്നത്, കമ്പനിയെ പ്രതിനിധീകരിച്ച് എന്ത് ചെയ്യുന്നു, ഇത് ബംഗാളിലെ നവാബ് തന്നെ അവിടെയുള്ള സിവിൽ ആൻഡ് പോലീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള നിസാമത്ത് ഫങ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നവാബ് തന്നെ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അതിനെ കമ്പനി നവാബിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ദെൻ ബൈ റിസീവിങ് ആൻ ആനുവൽ സം ഓഫ് ₹53 lakhs. സോ 53 ലക്ഷം രൂപ എന്ത് ചെയ്യും, കമ്പനി നവാബിന് കൊടുക്കും. ആ 53 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നവാബ് ബംഗാളിലെ അവിടെയുള്ള നിസാമത്ത് ഫങ്ഷൻസ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെയുള്ള പോലീസിങ്, അതുപോലെ സിവിൽ അഡ്മിനിസ്ട്രേഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നവാബ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 53 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. സോ അതിലേക്ക് നമ്മൾ വരാം. ദെൻ അടുത്തത് വരുന്നത് റോബർട്ട് ക്ലൈവിനെ സംബന്ധിച്ചിടത്തോളം റോൾഡ് ഫോർ ക്ലൈവ് ഇവിടെ കമ്പനിയുടെ ദിവാനി ഫങ്ഷൻസ്, അതായത് കമ്പനിയുടെ റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കമ്പനി ഡെപ്യൂട്ടി ദിവാൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതും അല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ ഒരു അല്ലെങ്കിൽ ക്ലൈവിൻ്റെ ഒരു ടാക്റ്റിക്കലായിട്ടൊരു മൂവ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിലെ ലാംഗ്വേജും ഇന്ത്യയിലെ മറ്റു സാഹചര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരെ തന്നെ ഇതിനു വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യുന്നു, മുഹമ്മദ് റേസാ ഖാൻ എന്ന് പറയുന്നയാളെ ബംഗാളിലെ ദിവാനി റൈറ്റുള്ള അല്ലെങ്കിൽ ബംഗാളിലെ റവന്യൂ കളക്ഷന് വേണ്ടിയിട്ടുള്ള ആളായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദെൻ ബീഹാറിൽ രാജാ സീതാബ്രോയ് എന്ന് പറഞ്ഞ ആളെയും അപ്പോയിൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യുന്നു, രണ്ട് പേരെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഹമ്മദ് റേസാ ഖാൻ അതുപോലെ രാജാ സീതാബ്രോയ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ദിവാനി അല്ലെങ്കിൽ റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ കമ്പനിക്ക് ഒരുപാട് അവകാശങ്ങളൊക്കെ ഉണ്ടാവുന്നു.
അതേസമയം ബംഗാളിലെ ഭരണത്തിന് ഇത് കാര്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഏത് രീതിയിലാണ് ഇത് ബാധിക്കുന്നതെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഹാഡ് പവർ ആൻഡ് മണി. ഓക്കെ, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിവാനി പവർ ഉണ്ട്, അതുപോലെ നിസാമത്ത് പവറും ഉണ്ട്. പക്ഷേ നവാബിന് എന്തില്ല, പവറുമില്ല, അതുപോലെ തന്നെ മണിയും ഇല്ല എന്നുള്ളതാണ്. രണ്ടും, പൈസയില്ല, അധികാരം ആർക്കില്ല, നവാബിന് ഇല്ല എന്നുള്ളതാണ്. കാരണം നവാബിന് എന്ത് ചെയ്യുന്നില്ല, ദിവാനി റൈറ്റ് അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കമ്പനി കൊടുക്കുന്ന ഒരു പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തണം എന്നുള്ളതാണ്. സോ നവാബിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട്. കാരണം അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുക എന്നുള്ളത്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഇതെല്ലാം നമ്മുടെ എന്താണ് പറയുക, നവാബിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇതൊക്കെ നടത്താൻ ഫണ്ട് വേണം, അതാരുടെ കയ്യിലില്ല, നവാബിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദെൻ ദ നവാബ് കുഡ് നോട്ട് ഡു എനി വർക്ക് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി ഡ്യൂ ടു പോസിറ്റി ഓഫ് ഫണ്ട്. സോ ഫണ്ട് ഇല്ലാത്തത് കാരണം ഒരു പബ്ലിക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ അവിടെ റോഡ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള എന്താണ് പറയല് കാര്യങ്ങളൊന്നും ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒന്നും ചെയ്യാൻ ചെയ്യുന്നില്ല, നവാബിന് പറ്റുന്നില്ല. ദ നവാബ് ഓൾസോ ഹാഡ് നോ പവർ ടു എൻഫോഴ്സ് ലോ. ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് നല്ലപോലെ പോകുന്നുണ്ടോ, ലോ ആൻഡ് ഓർഡർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും വേണ്ടിയിട്ട് അതിനുള്ള ഫണ്ട് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള അധികാരമൊന്നും ആർക്കുണ്ടാവുന്നില്ല, നവാബിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതെന്തിൽ പോയി കലാശിച്ചു? ആസ് എ റിസൾട്ട് ലോലെസ്നെസ് പ്രിവൈൽഡ് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ബംഗാൾ. ബംഗാളിലെ മിക്ക പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു, ലോലെസ്നെസ് അല്ലെങ്കിൽ ഒരു നിയമവാഴ്ച ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിയമമൊന്നും അവിടെ പ്രാക്ടിക്കൽ ആവുന്നില്ല. കള്ളന്മാരും കൊള്ളക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, പെരുകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. റോഡ് സൈഡ് റോബറീസൊക്കെ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. സോ ദ കേസസ് ഓഫ് തെഫ്റ്റ് ആൻഡ് റോബറി വാസ് ഇൻക്രീസ്ഡ്. ഈ ഒരു അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. നവാബിന് എല്ലാ റെസ്പോൺസിബിലിറ്റിയും നവാബിൻ്റെ ചുമലിലാണ്. അറ്റ് ദ സെയിം ടൈം നവാബിന് ഇതൊന്നും നടത്താനുള്ള ഫണ്ടും ഇല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള അധികാരമില്ല, ഒന്നുമില്ല. ഫണ്ട് ആര് കൊടുക്കണം, ബ്രിട്ടീഷുകാർ കൊടുക്കണം. അതാണെങ്കിൽ നിത്യച്ചെലവിന് പോലും തികയാത്ത അത്രയും മിനിമലായിട്ടുള്ള ഒരു തുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ദെൻ ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനൊരവസ്ഥയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ദ കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ ബംഗാൾ ഗ്രാജുവലി ഡിറ്റീരിയറേറ്റഡ്. ബംഗാളിലെ കൃഷിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് മാറി. നമുക്കറിയാം ബംഗാൾ വാസ് വെരി ഫെർട്ടൈൽ, ഭയങ്കരമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്ന ഒരു റീജിയനാണ് ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ കോട്ടൺ കൾട്ടിവേഷനൊക്കെ ഭയങ്കരമായിട്ടുള്ള ലാഭകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നേരെ തിരിയുന്നു. ബംഗാളിലെ കൃഷി ഭയങ്കരമായിട്ട് എന്താണ് അധപ്പതിച്ചു എന്നുള്ളതാണ്. അത്രമാത്രം മോശ അവസ്ഥയിലേക്ക് അത് എത്തുന്നു. ദെൻ ഈ ഒരു ഡ്യുവൽ ഗവൺമെൻറ് കീഴിൽ, അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവിൻ്റെ ഈ ഒരു ഡ്യുവൽ ഗവൺമെൻറ് കീഴിൽ ഈ പരിഷ്കരണം ഒരു കൃഷിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പരാജയം തന്നെ കാണിച്ചു എന്നുള്ളതാണ്. ദെൻ ദ പവർ ഓഫ് കളക്ഷൻ ഓഫ് റവന്യൂ റെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി ഓൺലി. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. റവന്യൂ കളക്ഷൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് കമ്പനിയുടെ കയ്യിൽ തന്നെ ആയിരുന്നു. ദെൻ കമ്പനി എന്ത് ചെയ്യുന്നു, രാജാ സീതാബ് റോയ് അതുപോലെ മുഹമ്മദ് റേസ ഖാനൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളത്. ദ നവാബ് കുഡ് നോട്ട് മേക്ക് എനി പ്രൊവിഷൻസ് ലൈക്ക് ഇറിഗേഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ബംഗാൾ. നേരത്തെ പറഞ്ഞു അവിടെയുള്ള കൃഷി തകർന്നു എന്നുള്ളത്. കൃഷി തകർന്നതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു, നവാബിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഇറിഗേഷൻ പോലത്തെ സംവിധാനം ഒന്നും തുടങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കൃഷി നന്നായിട്ട് പോകണമെങ്കിൽ എന്ത് വേണം, ഇറിഗേഷൻ വേണം, അതുപോലെ തന്നെ ഫാമേഴ്സിന് ലോൺ കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലപോലെ കൃഷി പോവുള്ളൂ. ബട്ട് നവാബിന് എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും നടപ്പിലാക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കൃഷി വളരെ മോശമായിട്ട് അധപ്പതിച്ചു എന്നുള്ളത് തന്നെയാണ്. സോ ഇറിഗേഷനിലെ പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല, ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നവാബിന് പറ്റുന്നില്ല. കാരണം എന്തില്ല, നവാബിൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. സോ ഓൾ ദിസ് ലെഡ് ടു ഗ്രേറ്റ് ഫാമിൻ ഇൻ ബംഗാൾ ഇൻ 1770. 1770 ആകുമ്പോൾ, അല്ലെങ്കിൽ 1770 ഫാമിൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള, ഒരുപാട് ആളുകളുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു ഇവൻ്റാണ്. സോ ഏതാണ്ട് 1769 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഫാമിൻ എന്താണ് പറയല് ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ക്ഷാമകാലം വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഡൗൺഫാൾ ഓഫ് അഗ്രികൾച്ചർ ലെഡ് ടു ദി ഡൗൺഫാൾ ഓഫ് കമ്പനീസ് ഇൻകം. സോ ഇങ്ങനെ, അല്ലെങ്കിൽ കർഷകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നികുതിയാണ് എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ഗ്രോത്തിലേക്ക് നയിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും കർഷകർ പത്തറ്റിക് അവസ്ഥയിലേക്ക് പോയി. അവർ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും അനുഭവിക്കുന്നത്. ബട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ആരെയും കൂടി ബാധിച്ചിട്ടുണ്ടായിരുന്നു, കമ്പനീനെ കൂടി ബാധിച്ചിട്ടുണ്ടായിരുന്നു. കൃഷിയിൽ പുതിയൊരു ഇന്നോവേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്പനിയുടെ റവന്യൂവിനെ എന്ത് ചെയ്യുന്നു, ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കമ്പനി എന്ത് ചെയ്യുന്നു, enjoyed political, military and economic authority in Bengal. Nawab became a nominal or titular head. എല്ലാ കാര്യങ്ങളും, എല്ലാ
പവേഴ്സും അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ഉള്ള ബെനിഫിറ്റ്സൊക്കെ ആർക്കായിരുന്നു? കമ്പനിക്കനായിരുന്നു. നവാബിന് എല്ലാ ഉത്തരവാദിത്വവും ഉണ്ട്, പക്ഷേ ഒരു അധികാരവും ഇല്ല. സാമ്പത്തികമായിട്ടുള്ള ഒരു റവന്യൂ കളക്ട് ചെയ്യാനുള്ള മെത്തേഡും ആരുടെ കയ്യിലില്ല? നവാബിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. ദെൻ നേരത്തെ പറഞ്ഞു ട്രീറ്റി ഓഫ് അലഹാബാദ് ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷം സൈൻ ചെയ്തതാണ്. എന്താണ് പറയല്, അവധിലെ നവാബായിരുന്ന ഷുജാഉദ്ദൗള, അതുപോലെ തന്നെ നമ്മുടെ മുഗൾ റൂളറായിരുന്ന ഷാലം സെക്കൻഡ്, ഇവർ രണ്ടുപേരുമായിട്ട് 2 ട്രീറ്റീസാണ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റി ഓഫ് അലഹാബാദിൽ യഥാർത്ഥത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാളിലെ ദിവാനി റൈറ്റും അതുപോലെ തന്നെ നിസാമത്ത് റൈറ്റും ഒക്കെ എന്ത് ചെയ്യുന്നത്? കമ്പനിക്ക് കിട്ടുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ ഈ ഒരു സംഗതി അല്ലെങ്കിൽ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡ്യുവൽ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ബംഗാളിൽ റോബർട്ട് ക്ലൈവ് ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പ്രകാരം കമ്പനിക്ക് എന്ത് ചെയ്യാം? എല്ലാ ബെനിഫിറ്റ്സും അനുഭവിക്കുകയും ചെയ്യാം, വേറൊരു ഉത്തരവാദിത്വം അല്ലാതെ കാര്യങ്ങൾ എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് കമ്പനി അതിൻ്റെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. സോ ഇവിടെ ദിവാനി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു കളക്ട് റവന്യൂ എന്നുള്ളതാണ്. നിസാമത്ത് എന്ന് വെച്ചാൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി, ഇങ്ങനെയുള്ള പോലീസിങ്, ലോ ആൻഡ് ഓർഡർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നിസാമത്തിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദി ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം എന്നുള്ളതാണ്. സോ ഈ ഒരു ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ ഫാമിൻ ഉണ്ടായി, കർഷകരുടെ അവസ്ഥ ഭയങ്കര പ്രശ്നമായിട്ട് മാറി. സോ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബംഗാൾ ബൈ ദ കമ്പനി വിത്ത് യൂസിങ് ഇറ്റ്സ് അതോറിറ്റി. സോ കമ്പനി എന്ത് ചെയ്യുന്നു? ബംഗാളിലെ ആൾക്കാരെ മാക്സിമം പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അവരുടെ കർഷകരെന്ത് ചെയ്യാണ്? ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു പെർട്ടിക്കുലർ റവന്യൂ കളക്ട് ചെയ്യണമെന്നുള്ളതിന് വേണ്ടിയിട്ട് അവരുടെ നിന്ന് കിട്ടാവുന്ന അത്രയും ഊറ്റിയെടുത്തു എന്നുള്ളതാണ്. പക്ഷേ അവസാനം എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോയിറ്റഡ് പെസൻസ്, ക്രാഫ്റ്റ്മെൻ ആൻഡ് ട്രേഡേഴ്സ്. എസ് എ റിസൾട്ട് അഗ്രികൾച്ചർ ഗോട്ട് റോയിൻഡ്, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അതിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്ന, ഭയങ്കര പ്രോഗ്രസ് ഉണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റും അതുപോലെയുള്ള എല്ലാ മേഖലയും എന്ത് ചെയ്യുന്നു? തകർന്നടിയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. നമ്മുടെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവിൻ്റെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നു, കിട്ടാവുന്ന അത്രയും എടുക്കുന്നു. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? കർഷകരുടെ അവസാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇത്തരത്തിലൊരു അനാർക്കി ബംഗാളിൽ പ്രിവൈൽ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെഫ്റ്റ്, റോബറിയൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഭാഗമായിട്ട് റൈസ് ചെയ്ത് വരുന്നൊരു സംഗതി തന്നെയാണ്. ദെൻ നവാബിന് പവറൊന്നുമില്ല, ബട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നവാബിൻ്റെ ചുമലിലാണേനും ഇത് നടപ്പിലാക്കാനുള്ള അധികാരമൊന്നും ആർക്കില്ല? നവാബിന് ഇല്ല എന്നുള്ളതാണ്. സോ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വകുപ്പൊന്നും ആരുടെ കയ്യിലില്ല? നവാബിൻ്റെ കയ്യിലില്ല, ബട്ട് ആൾക്കാരുടെ ഉത്തരവാദിത്തം ആളുടെ കയ്യിൽ ഉണ്ടേനും എന്നുള്ള അവസ്ഥ. ദെൻ ഇതെല്ലാം പാടെ ചേർന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിനിലേക്ക് എത്തുന്നു. ദെൻ ഈ ഒരു ഫാമിനിൽ 1/3 അല്ലെങ്കിൽ ബംഗാളിലെ 1/3 പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? മരണത്തിലേക്ക് എത്തി എന്നുള്ള അത്രയും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഈ ഒരു ഡ്യുവൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. എന്താണ് ദിവാനി, എന്താണ് നിസാമത്ത്, അതുപോലെ ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ദെൻ ഇത് എന്നാണ് അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരാണ് ഇത് അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള സെഷൻസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഐഫറിൽ ജോയിൻ ചെയ്യാം. താഴെയുള്ള ഡിസ്ക്രിപ്ഷനകത്തുള്ള നമ്പറൊക്കെ ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഡെയിലി ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഐഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എല്ലാം ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു സെഷനിൽ കാണാം.